ഓട്സും പച്ചക്കറികളും ചേർത്ത് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ ഓംലെറ്റ് പ്രോട്ടീനും ഫൈബറും സമൃദ്ധമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ലൈറ്റ് ഡിന്നറിനോ പറ്റിയൊരു പോഷക സമ്പന്നമായ വിഭവമാണ്. ഹെൽത്തിയും ടേസ്റ്റിയും ഒരുമിച്ച് വേണമെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നല്ലേ? ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനായിട്ട് 2 മുട്ടയാണ് എടുക്കുന്നത്. ആള് കൂടുന്നതിനനുസരിച്ച് മുട്ട ചേർക്കാം. അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർക്കാം. ഫ്രഷായിട്ട് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് മാവ് കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ മാവിനായിട്ട് ഓട്സാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ആട്ടമാവ് ചേർക്കാം, ബേസൻ ചേർക്കാം, അരിമാവ് ചേർക്കാം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓട്സ് തന്നെയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിൽ ഞാൻ ഒരല്പം ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിലും ആകാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതോ ചെറുതായിട്ട് അരിഞ്ഞോ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. 5 or 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ഇട്ടൊന്ന് വഴറ്റാം. ഇതിൽ കുറച്ച് കൂടുതലായിട്ട് ക്യാബേജാണ് ചേർക്കുന്നത്. ക്യാബേജ് വളരെ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ ചേർത്താൽ കൂടുതൽ ഉപ്പ് ഇതിൽ പിടിക്കും. എപ്പോഴും ഉപ്പ് ലാസ്റ്റിൽ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ കറികളിൽ പിടിക്കുകയുള്ളൂ, ഉള്ളിലോട്ട് പിടിക്കുകയില്ല. ഇപ്പോൾ ക്യാബേജ് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റും വളരെ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ വാടിക്കിട്ടും. രാവിലെ മുരിങ്ങയിൽ നോക്കിയപ്പോൾ ഒരല്പം ഇലയുണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചീര ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം ചേർത്താൽ നന്നായിരിക്കും. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇതെല്ലാം കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. ഇനി 1 ടൊമാറ്റോ കൂടി, അതിൻ്റെ സീഡൊക്കെ കളഞ്ഞതാണ്, ഫ്ലഷ് മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. കൂടുതൽ മസാലകളൊന്നും ചേർത്തിട്ടില്ല. ഇതിനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ നേരത്തെ അടിച്ചു വെച്ച എഗ്ഗ് മിശ്രിതം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മല്ലിയില കൂടി ചേർത്താൽ നല്ലൊരു മണം കിട്ടും. ഇത് ദോശക്കല്ലിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. കുഞ്ഞു കുഞ്ഞ് ഓംലെറ്റുകൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും. ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓയിലാകാം. കൂടുതൽ മുട്ടയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ പാൻ ഉണ്ടെങ്കിൽ 1 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ ജോലി പെട്ടെന്ന് തന്നെ കഴിയും. ഇത് 2 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഓംലെറ്റാണ്. ഇതിൽ കുറച്ച് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയാണ് ഞാൻ ഈ മുളകിൻ്റെ പുറത്ത് ഇടുന്നത്. അതുപോലെ കുറച്ച് പിക്കിൾഡ് ഒലിവ്സ് ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇതിൻ്റെ പുറത്ത് വയ്ക്കുകയാണ്. ഇതൊക്കെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി, അല്ലാതെ ഇതൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അടച്ചു വച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നോക്കിക്കേ, കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 3 മിനിറ്റ് അടച്ചു വച്ചിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ്. ഇപ്പോൾ ഇത് വെന്തോ എന്ന് ഇതുപോലൊന്ന് കുത്തി നോക്കാം. ഒട്ടും തന്നെ ഇതിൽ പറ്റിയിട്ടില്ല. നോക്കിക്കേ, എന്ത് ഭംഗിയാണെന്ന്. പിസ്സ രൂപത്തിലുള്ള ഒരു ഓംലെറ്റാണ് കിട്ടിയത്. കണ്ടാലും പിസ്സ എന്ന് തന്നെ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ രുചിയാണ് ഇതിന്. ശരിക്കും ചിക്കനൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വിഭവമാണെന്നേ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.